ഹായ്. അപ്പം നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഞങ്ങളിതാ അമ്പലവയലിൽ എത്താനായിട്ടുണ്ട്. അപ്പം അനിയനുണ്ട്, ഇത് അമ്മ ഉണ്ട്, ആദ്യമുണ്ട്, വാവ എൻ്റെ മടിയിലുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ പോവുകയാണ് കേട്ടോ, ഓരോന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബത്തേരി എത്താനായിട്ടുണ്ട്. ബത്തേരി ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വൃത്തിയാണെന്നറിയാം, നല്ല ക്ലീനാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് ബത്തേരി ടൗണൊക്കെ. അപ്പോൾ നമ്മുടെ ബത്തേരിയിലോട്ട് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പോകുന്നത് ഒരു ഉത്സവത്തിന് പോവുകയാണ് കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലാണ് പോകുന്നത്. കർണാടകയിൽ ഉത്സവമാണ് കേട്ടോ. അപ്പം അമ്മേൻ്റെ വീട് അവിടെയാണ്. അപ്പം നമ്മൾ അവിടെ പോലെ പോവുകയാണ്. നമ്മളിതാ ബത്തേരിയിലോട്ട് കടന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബത്തേരി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുത്തങ്ങ വഴിയാണ് പോകുന്നത്. പൊൻകുഴി മുത്തങ്ങ വഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഒരു കാട്ടിലൂടെയുള്ള യാത്ര, അത് അടിപൊളിയാണല്ലേ. അപ്പം എനിക്ക് വന്നൊരു വർഷമായി കേട്ടോ ഞാനൊക്കെ പോയിട്ട്. അങ്ങനെ എപ്പോഴും പോവാറില്ല, വല്ല എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ മാത്രം പോകും കേട്ടോ. അപ്പോൾ അനിയനാണ് ഡ്രൈവർ. അപ്പോൾ അവനെയൊക്കെ നന്നായിട്ട് കാണിക്കണം എന്ന് അവൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോസാണല്ലേ. അപ്പം നമ്മളിതാ ഇങ്ങനെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പം നമ്മളിതാ ബത്തേരി എത്തിയപ്പോൾ ചെറിയൊരു ബ്ലോക്ക് കേട്ടോ. ഒരു ബസ്സുകാരൻ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ ബ്ലോക്ക് ഇട്ടു. പിന്നെ അതൊക്കെ റെഡിയായി അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് വാവയാണ് കേട്ടോ. വീഡിയോ ഫുൾ അമ്മ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിതാ കാട്ടിലേക്ക് പ്രവേശിച്ചു കേട്ടോ. കാട്ടിലൂടെ പോവാണ്. നല്ല വെയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ ദാ നോക്കുന്നു വീഡിയോയിലോട്ട്. ഞങ്ങളിതാ വല്ല മൃഗങ്ങളെയും കാണുമെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മാനിനെയൊക്കെ കണ്ടേ. പിന്നെ ആനേനെ കാണുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് അവിടെ ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ 20 രൂപ അടച്ചു കേട്ടോ. കർണാടകയിലോട്ട് പോകുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുക്കണം നമുക്ക്. അപ്പോൾ അങ്ങനെ 20 രൂപ അടച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് മാനിനെ കണ്ടത് കേട്ടോ. പക്ഷേ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാവയാണ് വീഡിയോ എടുത്തതുകൊണ്ട് അവൻ എടുത്തിട്ടുണ്ടാവും. നമുക്ക് എവിടെ കുറച്ച് ദൂരം വരെ ഇങ്ങനെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എവിടുന്ന് എന്ത് വേണമെങ്കിൽ പെട്ടെന്ന് കാണാം കേട്ടോ.